ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാന്ന് കണ്ടാലോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ആൻഡ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 2 days ആയിട്ടേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ഞാനിത് എൻ്റെ ബെഡിൽ നിന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മോളെ. ചക്കര മുത്തേ സ്വത്തേ കൺമണി, ചക്കര മുത്തന്താലോ കൺമണി. ഈ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റണ്ടേ, നല്ല മഴയും തണുപ്പൊക്കെയാണ്. ഗുഡ് മോർണിംഗ്. അതിനെന്തിനാ അമ്മ ചിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ദോശ. രാവിലെ തന്നെ നേരെ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് അമ്മേനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയിട്ട് ബ്രഷ് ചെയ്തു. ഇന്ന് നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള ഒരു ഡേ ആണ് ഇവിടെ. ഇപ്പൊ നോക്കുമ്പോ ഇത് അച്ഛമ്മ ഇരുന്ന് രാമായണം വായിക്കുകയാണ്. അത് വെച്ചെന്താവും? യെസ്, അമ്മ പറഞ്ഞ പോലെ കുറച്ച് രക്തമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഗ്രേപ്പ് എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ എനിക്കിഷ്ടമുള്ള ഫുഡാണ് അധികം ഉണ്ടാക്കാറ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നീർദോശയും ചട്നിയും പിന്നെ ഒരു മുളക് കൊണ്ടുള്ള ഒരു ചട്നിയും കൂടിയാണ്, പിന്നെ ഒരു കോഫിയും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കുന്നതിന്റെ തൊട്ട് മുന്നേ അച്ഛൻ കഴിച്ചു കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ TV കണ്ടിരിക്കുകയാണ്. ഈ വീട്ടിൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും എനിക്ക് ഈ സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ട് പണിയെടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഒരു മൂവിയൊക്കെ വെച്ചിട്ട് ഞാൻ പതുക്കെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാൻ പറ്റും. ആരെങ്കിലും വന്നാൽ അറിയാം, ആരെങ്കിലും പോയാൽ അറിയാം, പിന്നെ അമ്മ എന്താ കാണിക്കുന്നതെന്ന് അറിയാം, അച്ഛമ്മ എന്താ കാണിക്കുന്നതെന്ന് അറിയാം. അച്ഛമ്മ ഇങ്ങോട്ട് നോക്ക്, ഹായ് പറ. ഈ ബോട്ടിൽ വെള്ളം മൊത്തം കുടിച്ചിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലും കൂടെ ഫില്ല് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു തന്നുകൊണ്ടിരിക്കും. ഇവനാണ് വിക്രൻ. എൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് ആൻഡ് ഇവൻ രാവിലെ മിസ്സിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അമ്മേനോട് അങ്ങനെ പറഞ്ഞത്. അച്ഛൻ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവാണ്. ഞാനാണെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പം അച്ഛമ്മ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് പണിയൊന്നുമില്ലേ, ബ്രേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. അതാണ് അച്ഛമ്മ പറഞ്ഞ വിക്രം. അച്ഛമ്മയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ലൈക്ക് വീഡിയോയിൽ വരാനും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നെ ഇന്നത്തെ വീഡിയോയിൽ അധികം അച്ഛമ്മ തന്നെയാണ്. ഈ അമ്മയ്ക്ക് കുറേ പൂച്ചക്കുട്ടികളുണ്ട്, പക്ഷെ അമ്മ എന്നെ കാണിച്ചു തരുന്നില്ല. കാരണം എന്താ? ആര്? ഞാനോ? ഈ മിറർ ഇത്ര അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മേലെ വരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്കൊരു പണി തന്നു. ചോറിന് എന്തൊക്കെയാ? തീയലുണ്ട്, പപ്പടമുണ്ട്, മത്തി വറുത്തതും പിന്നെ മുള്ളും വറുത്തതും, ചെറുപയറല്ല മമ്പയർ ഉപ്പേരി, പിന്നെ ഒരു മുളകിൻ്റെ ഒരു ചട്നി. നമ്മൾ കഴിക്കുകയല്ല അച്ഛമ്മ? എങ്ങനെയുണ്ട് കറി? ചോദിക്കുന്ന കേട്ടാ ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛമ്മ ഇരുന്ന സീരിയൽ കാണാണ്. അച്ഛമ്മ ഒരു സീരിയൽ അഡിക്റ്റ് ആണ്. അച്ഛൻ പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാനും അച്ഛനും അമ്മയും കൂടി ഇവിടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ? നല്ല മഴയും തണുപ്പൊക്കെയാണ്. വർക്ക് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റേ അല്ല. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് തണുക്കുന്നു, ഉറക്കം വരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ജാക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എന്നെ കാപ്പി പിടിക്കാൻ വേണ്ടി വിളിച്ചു. ഈ കട്ടൻ കാപ്പിയും പഴം പുഴുങ്ങിയതായിരുന്നു ഞാൻ കഴിച്ചത്. അച്ഛമ്മയ്ക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ എപ്പോൾ പോയാലും ആരോ റൂട്ട് ഉണ്ടാവും. കാപ്പിയെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് നല്ല പഴുത്ത ചക്ക കൊണ്ട് തന്നു. നാട്ടിൽ വന്നാൽ പിന്നെ ഫുഡടിയാണ് മെയിൻ. ഡേ ഇൻ മൈ ലൈഫ് ഒരു ഓട്ട ഈറ്റിനിടെ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കൂടെ നടന്നപ്പോഴേക്കും അച്ഛമ്മ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ അച്ഛമ്മ ഇരുന്ന് നാമം ജപിക്കും. പിന്നെ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ കൂടെ കൂടും. നോക്ക്, നാമജപൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ രാത്രിത്തെ സീരിയൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ രാത്രി ഫുഡ് കഴിക്കുക. എൻ്റെ ഇവിടുത്തെ മെയിൻ ഒരാളെ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ടിക്കു. അപ്പം അത്രയൊക്കെയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. എന്നാൽ ശരി, ബൈ.